അസ്സലാമു അലൈക്കും. എൻ്റെ ഭർത്താവിൻ്റെ 2 കിഡ്നിയും തകരാറിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നുപോയി. ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. സർജറി ഇല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ഞങ്ങൾക്ക്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കും. അസ്സലാമു PMA സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ നമ്പ്യാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് റഹ്മാനിയ മസ്ജിദിന്റെ ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. എൻ്റെ കൂടെ ഇവിടുത്തെ കോർപ്പറേഷന്റെ ബഹുമാനപ്പെട്ട കൗൺസിലർ അഡ്വക്കേറ്റ് PS വിജു ഉണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിലെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖത്തീബ്, ഉസ്താദന്മാരെല്ലാം ഉണ്ട്. അതുപോലെ പൊതുപ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് സാലിം ഫൈസി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ നമ്പ്യാപുരം മഹലിൽപ്പെട്ട ഷഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വൃക്കകളും തകരാറിലാണ്. വളരെ പെട്ടെന്ന് മാറ്റിവെക്കണം. ഈ നാട്ടുകാരൊക്കെ കൂടി തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ബിരിയാണി ചലഞ്ച് നടത്തി കുറച്ച് പൈസ സമാഹരിക്കുകയും അതിനിടയിലാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് അദ്ദേഹം ആശുപത്രിയിൽ വെന്റിലേറ്റർ ആവുന്ന അവസ്ഥയ്ക്ക് വന്നു പോയത്. അതുകൊണ്ട് ഈ ചികിത്സയ്ക്കോ സർജറിക്കോ വളരെ കുറച്ച് തുക മാത്രമാണ് ഇവർ സമാഹരിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ളൂ. ബാക്കി തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും സഹായിക്കണം. അതുപോലെ തന്നെ 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ചെറിയൊരു തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. ജനങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവനാണ്. നിങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ സഹായിക്കാനുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണം. കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വലിയൊരു ജനകീയ കമ്മിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവരാണ് ഈ ഇദ്ദേഹത്തിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ 20ാം ഡിവിഷന്റെ കൗൺസിലർ അഡ്വക്കേറ്റ് PS വിജു ആണ്. ബഹുമാനപ്പെട്ട PMA സലാം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വളരെ നിർണായകമായ സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. പള്ളുരുത്തി നമ്പ്യാപുരത്തുള്ള PH ഷഫീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2 വൃക്കകളും തകരാറായി ചികിത്സ തേടുകയാണ്. വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റൊരു പോംവഴിയും അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾ പ്രദേശവാസികളെല്ലാവരും ചേർന്നുകൊണ്ട് ജനകീയ സമിതി രൂപീകരിക്കുകയും ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി കുറച്ച് തുക സമാഹരിക്കുകയും ചെയ്തു. പക്ഷേ സമാഹരിച്ച് ചികിത്സ ആരംഭിക്കുന്ന വേളയിലാണ് അദ്ദേഹം വളരെ ഗുരുതരമായി സ്ട്രോക്ക് വരികയും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ദീർഘനാൾ വെന്റിലേറ്ററിൽ കിടക്കുകയും തുടർന്ന് ഈ ചികിത്സ തുടർന്നു പോരുന്നതിന് വേണ്ടി രക്ഷപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വൃക്ക മാറ്റിവെക്കാതെ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണുള്ളത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ തുക വളരെ പരിമിതമായ തുക മാത്രമാണ് അവശേഷിക്കുന്നത്. ദയവായി നിങ്ങൾ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സ്നേഹിതൻ ഷഫീഖ് എല്ലാ അർത്ഥത്തിലും ചികിത്സക്ക് സഹായം അർഹതപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ പ്രയാസത്തിലാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി മനസ്സറിഞ്ഞ് എല്ലാവരും സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനികളെ, നമ്പ്യാപുരം മഹല്ല് അംഗമായ പ്രിയപ്പെട്ട ഷഫീഖ് മേൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം പ്രയാസകരമായ അവസ്ഥയിൽ 2 കിഡ്നിയും തകരാറിലായി കഴിയുന്ന സഹോദരനാണ്. ആ സഹോദരൻ്റെ കുടുംബം വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ്. എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി പ്രിയപ്പെട്ട ആ സഹോദരനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്ത് ഷഫീഖിന് ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരെ കൊണ്ടും കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാനുള്ള കരുണയും അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. ഷഫീഖിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട്. എല്ലാവരും ഈ പ്രിയപ്പെട്ടവനെ സഹായിക്കണം. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ ഒരുവനായിട്ട് അദ്ദേഹത്തെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.